അനിൽകുമാർ, ഇപ്പോൾ പല ഘട്ടത്തിൽ പാർട്ടി നേതൃത്വമാകട്ടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് പൂർണ്ണമായും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, സർക്കാരിന് ഇതിലൊരു പങ്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് വരുന്ന സാഹചര്യം, 3 പേർ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. മറ്റന്നാൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എന്നറിയില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങിയാൽ പിന്നെ എന്തായിരുന്നു ഇതുവരെ കെട്ടിപ്പൊക്കിയത് എന്ന ഒരു ആശയക്കുഴപ്പം സാധാരണക്കാർക്കും തോന്നാം. ഇതെന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും വിധത്തിൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ ഒരു സമ്മർദ്ദം എന്ന നിലയിലേക്ക് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? അല്ല, ഇതിൽ സർക്കാരിനോ CPM-നോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു വിഷയവും ഈ കാര്യത്തിലില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സർക്കാരിനോ അതുപോലെ തന്നെ CPM-നോ ഇക്കാര്യത്തിൽ പ്രതിരോധിക്കേണ്ടതായ ഒരു കാര്യമില്ല. ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തിയ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ബാക്കിയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ MP-മാർ, ഈ സംഘത്തിൽപ്പെട്ടവർ ജയിലിൽ പോയാൽ ഞങ്ങളെന്തിനാണ് പ്രതിരോധിക്കുന്നത്? അല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ കണ്ട ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനെയും കൂടെ ഉടനെ രക്ഷപ്പെടുത്തി കളയാം. 2004 ശബരിമലയിലെ തന്ത്രി അവിടെ കുടിയിരുത്തിയ പോറ്റി, 2007 ശ്രീകോവിലിനകത്ത് ആ പോറ്റിയെ കയറ്റി. ഞങ്ങൾക്കെന്നാ ബന്ധം? 2014 കൊടിമരം സ്ഥാപിക്കുന്നത് പോറ്റിയുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണനും അതേ തറയിലുമുണ്ട്. ആ പോറ്റിയെ ഉടനെ തന്നെ ജയിലിൽ നിറക്കണമെന്ന് CPM-ന് താല്പര്യം. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവിടെയുണ്ടായ തുടർച്ചയായ ചില പ്രക്രിയയുടെ ഭാഗമാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച എന്താണ്? 2019 ഭരണസമിതിക്ക് ഈ പോറ്റിയെ അല്ലെങ്കിൽ ഈ പങ്കജ് ഭണ്ഡാരിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവർദ്ധൻ അടക്കമുള്ള തന്ത്രിയുടെ കൂടെയുള്ള സംഘം, കൊള്ള സംഘം, ആൻ്റണിക്കും അതുപോലെ തന്നെ അടൂർ പ്രകാശിനും ഒപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കൊള്ള സംഘമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുന്നതിൽ 2019 പരാജയപ്പെട്ടു. അതിനപ്പുറത്ത് 2019 ഭരണസമിതി ബോർഡ് എന്തെങ്കിലും ഒരു ഉപഹാരം, സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ പോലൊരു സാധനമോ അല്ലെ ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് കൊടുത്ത പോലൊരു സാധനമോ അടൂർ പ്രകാശിന് ഈ ഗോവർദ്ധനോ ഈ പോറ്റിയോ കൊടുക്കുന്ന പോലത്തെ സാധനങ്ങളോ ഈന്തപ്പഴമോ ഇതൊന്നും ഞങ്ങളാരും കൈപ്പറ്റിയതായിട്ട് ഒരു കടലാസയിലും ഇല്ല. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രതിരോധിക്കേണ്ടതൊക്കെ കോൺഗ്രസ്സാണ്. ശരി, പൂർണ്ണമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്, ഒരു തെറ്റായ ആളുമായി അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അങ്ങയുടെ ഭാഗത്തുള്ള ഒരു നേതാവ് കൂടി പറഞ്ഞിരുന്നു. അതും അങ്ങയുടെ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പ്രതിരോധിക്കാതിരിക്കണോ? അതിനുവേണ്ടി സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ സാധനം എന്താണ്? അത് സ്വർണ്ണമാണോ? കിട്ടിയ ഉപകാരം എന്താണ്? അത് അവർ വ്യക്തമാക്കട്ടെ. അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ പണിയല്ലല്ലോ, കോൺഗ്രസിൻ്റെ പണിയല്ലേ. കോൺഗ്രസിൻ്റെ പണി കോൺഗ്രസ് ചെയ്യട്ടെ. ഇവിടെ എന്താ ഉണ്ടായത്? ശബരിമലയിൽ ഇപ്പം 3-4 ഉത്തരവുകൾ ഈ ബെഞ്ചിൻ്റെതായിട്ട് വന്നു, ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെതായിട്ട് വന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതി നിർദ്ദേശം കൊടുക്കാറുണ്ടോ? നിർദ്ദേശം കൊടുക്കാൻ പാടില്ല, അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. ഇവിടെ ദേവസ്വം ബോർഡ് ബെഞ്ച് പറയുകയാണ്, എന്ത് പറയുകയാണ്? ഇന്നവരൊക്കെ പ്രതിയായിരിക്കണം, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അന്വേഷണം നടത്തുന്നത് SIT അല്ല, കോടതി തന്നെയാണ്. കോടതി ഇതുവരെ ഇറങ്ങിയ 4 ഉത്തരവിലും രമേശ് ചെന്നിത്തല പറഞ്ഞതും VD സതീശൻ പറഞ്ഞതും അല്ല പറയുന്നത്. കോടതി പറയുന്നത് അന്വേഷണം ശരിയായ നിലയിലാണ്, ഈ സ്വർണം ഊറ്റിയതാണ്. രമേശ് ചെന്നിത്തല പറയുന്ന പോലെ ഇത് പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. VD സതീശൻ പറയുന്ന പോലെ ഇത് കോടീശ്വരന് കടകംപള്ളി വിറ്റു എന്ന് പറയുന്ന കള്ളത്തരം, അത് കള്ളമാണ്. സത്യമായിട്ടും അങ്ങനെ വിൽപ്പന ഉണ്ടായിട്ടില്ല. അങ്ങ് പറയുന്നത് കുറ്റപത്രം വൈകുന്നത് എന്നത് ഈ കേസിന്റെ ഒരു സങ്കീർണത പരിഗണിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണോ? അതോ അത് സ്വാഭാവികമായി അങ്ങനെ നടക്കുന്നതാണ്, അല്ലാതെ ഒരു ഇടപെടലും ഇല്ലാതെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണോ കരുതുന്നത്? അല്ല, ഇത് തീരെ സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചാ, ഒത്തിരി പേര് ചർച്ചയിലുണ്ട്. അല്ല, അങ്ങേക്ക് തീരെ സമയമില്ലെങ്കിൽ ഞാനത് ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷത്തോടെ ഞാനൊരു ഭാഗം ഇത്രയും പേര് ഞങ്ങളെ ആക്രമിച്ചിട്ട് ഇത്രയും പേര് ഞങ്ങളെ ആക്രമിച്ചാൽ എന്ന് പറയട്ടെ. ഞാൻ അതിൽ ഇടപെട്ടും ചോദിച്ചു. എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് അപ്പോൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് അത് 1948 അല്ലെങ്കിൽ 49 ഹിന്ദു മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമമനുസരിച്ച്
ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ മേൽനോട്ടാധികാരി ഹൈക്കോടതിയാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. ഈ ഹൈക്കോടതി 2004 അവിടെ ഉണ്ട്. ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവിടെയുണ്ട്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ ചുമതലയിൽ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ മാതൃഭൂമിനെ ചൂണ്ടിക്കാട്ടിച്ച ശ്രീ കുറുപ്പ് കട്ടിളപ്പാളി മാറുമ്പോൾ അവിടെ നിപ്പുണ്ടല്ലോ, കൊടിമരം മാറുമ്പോൾ അവിടെ നിപ്പുണ്ടല്ലോ. ഈ കട്ടിളപ്പാളി മാറുമ്പോൾ പോറ്റി വന്നത് ശബരിമലയിലെ ഈ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറായ ശ്രീ കുറുപ്പ് സാർ അറിഞ്ഞില്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം? ഇതെല്ലാം നടക്കുമ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവിടെ ഉണ്ട്. ആ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ ചുമതലക്കാരായ ജഡ്ജിമാരെ ഈ കാര്യം അറിയിക്കുന്നതിൽ വീഴ്ച വന്നോ? അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നോ? ഈ കാര്യം കൂടെ പരിശോധിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഒരു കുടിപ്പക പോലെ ഈ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനെ പരിഗണിക്കാതെ ഓരോ ജാമ്യാപേക്ഷയിലും SIT ദുർബലപ്പെടുത്തുന്ന ഉത്തരവുകൾ ഒരു സിംഗിൾ ജഡ്ജി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ സിംഗിൾ ജഡ്ജി പറയുന്നതാണോ ഡിവിഷൻ ബെഞ്ച് പറയുന്നതാണോ ശരി? ഇതിലാരാണ് ശബരിമല അയ്യപ്പൻ്റെ കൂടെ സത്യാന്വേഷണത്തിന് നിൽക്കുന്നത്? നമ്മൾക്കെന്ത് മനസ്സിലാകും? ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം, അടിസ്ഥാന പ്രശ്നം എന്താണ്? കട്ടിളപ്പാളിയിലെ ദ്വാരപാലക ശില്പത്തിലെ അല്ലെങ്കിൽ വാതിലിലെ എത്രത്തോളം സ്വർണം അതിൽ പതിച്ചിരുന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് എന്ത് ആധികാരിക രേഖയാണ് കിട്ടിയത്? അതിന് മഹസറുണ്ടോ? അത് അളന്നെടുത്തിട്ടുള്ളതാണോ? അത്തരമൊരു രേഖ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാം സ്വർണം അതിലുണ്ട് അല്ലെങ്കിൽ എത്ര കിലോ സ്വർണം അതിലുണ്ട് എന്ന് കാണാം. ഇപ്പം പരിശോധന നടത്തിയപ്പോൾ എത്ര കിലോ അതിലുണ്ട് അല്ലെങ്കിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് കണക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പോറ്റിയുടെ നേതൃത്വത്തിൽ ഗോവർദ്ധനും അതുപോലെ തന്നെ മറ്റേ പങ്കജ ഭണ്ഡാരി അടക്കമുള്ള സംഘം എത്ര ഊറ്റി, എത്രത്തോളം സ്വർണം ഊറ്റി എന്ന കണക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യേണ്ടതാണ്, ആ കടലാസിൽ എത്രയുണ്ടെന്ന് കാണണം. ഞാൻ ഈ ഇതുവരെ 4 ഉത്തരവ് നോക്കിയിട്ടും ആ രേഖ കണ്ടെത്തിയതായി കണ്ടില്ല. ആ രേഖ കാണാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇപ്പോൾ നടക്കുന്ന ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിലെത്താൻ കഴിയുമോ? അത് കോടതി പരിശോധിക്കട്ടെ. നമ്മൾ മുൻവിധിയൊന്നും വേണ്ട. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടി വരുമെന്ന് അറിയാൻ വയ്യാത്ത കോടതിയല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് സംസാരിക്കാതിരിക്കാനും ന്യായമില്ല. കാരണം എന്താണ്? ജാമ്യം കൊടുത്ത ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വരും, റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ 90 ദിവസമായി. എന്നാൽ പിന്നെ ബാക്കി ചെയ്യാൻ ഹൈക്കോടതിക്കല്ലേ തോന്നേണ്ടത്, ഡിവിഷൻ ബെഞ്ചിനല്ലേ തോന്നേണ്ടത്. അത് ദേവസ്വം ബെഞ്ചാണ്, വഴിപോക്കരല്ല. ഇത് സർവമായി കൈകാര്യം ചെയ്യുകയും FIRലെ പ്രതികളെ നിശ്ചയിക്കുകയും അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത മേൽനോട്ടാധികാരമുള്ള ഒരു കോടതി. ആ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിനെ ഇടപെടുത്താൻ കഴിയും എന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അതുകൊണ്ട് 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടേ ഇല്ല. അത് പരിപാവനമായ പരിശുദ്ധമായ ഇടമാണ്. ആ പരിശുദ്ധമായ ഇടത്തെ കളങ്കപ്പെടുത്തിയത് ആര്? ചോദ്യം. ഇപ്പോൾ ബഹുമാനപ്പെട്ട തന്ത്രി ജയിലിലാണ്. തന്ത്രി ജയിലിലായതുകൊണ്ട് താന്ത്രിക സ്ഥാനത്തുള്ളവരെല്ലാം കുറ്റവാളിയല്ല. ഒരു തന്ത്രി മാത്രമല്ല ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി പ്രതിയായി എന്നതുകൊണ്ട് ആ താന്ത്രിക സ്ഥാനമാകെ ആക്രമിക്കപ്പെടാൻ പാടില്ല. ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ വ്യക്തി ഒരു ദിവസം 2.5 കോടി രൂപ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇഡിക്ക് വേണമെന്ന് അന്വേഷിക്കാം. ഇഡി അന്വേഷിക്കാത്തതിന് കാരണം എന്താണ്? ശബരിമലയിലെ അയ്യപ്പന്റെ പൊതുസ്ഥാനത്തുള്ള വ്യക്തി 2.5 കോടി രൂപ ഒരു പൂട്ടിയ സ്ഥാപനത്തിൽ കൊണ്ട് ഒരു ദിവസം ഇട്ടു എന്ന് പറഞ്ഞാൽ ഇഡിക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്. കൊടകര പോലെ ഇഡി നോക്കുന്നില്ല. BJPക്കാർക്ക് പരാതിയില്ല. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ പോലും ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്തിനാണ്? ഞാൻ ഇപ്പോഴും പറയുന്നു, എന്തധികാരത്തിലാണ്? ശരി, അങ്ങ് അത്യാവശ്യ സമയം കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു.